മന്ത്രിക്കും സംഘത്തിനും വൃക്ഷത്തിൽ കയറിയിരുന്ന് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന ശംഭുവിനെ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇവനൊരു വിഡ്ഢി തന്നെ എന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ശംഭുവിൻ്റെ അടുത്തെത്തി. ഹേയ്, നീ എന്താണ് കാണിക്കുന്നത്? ഒരാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശംഭുവിനോട് ചോദിച്ചു. ശംഭുവിന് ആശ്ചര്യം തോന്നി. രാജകീയ ബന്ധമുള്ളവരാണെന്ന് കണ്ടാൽ അറിയാം. അവരെന്തിനാണാവോ ഈ കാട്ടുവഴിയിലൂടെ വരുന്നത്? മാനദേവന്റെ ചോദ്യം ശംഭുവിന് അല്പവും രസിച്ചില്ല. താൻ മഹാവിഡ്ഢിത്തമാണ് കാണിക്കുന്നതെന്ന ഭാവമാണ് അയാളുടെ മുഖത്ത്. തന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടുള്ള ചോദ്യം ശംഭുവിന് ദേഷ്യം വന്നു. ശംഭു തിരിച്ചു ചോദിച്ചു, എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുകൂടെ? കാണാം, അതുകൊണ്ട് തന്നെയല്ലേ ചോദിക്കുന്നത്. ഇത്രത്തോളം വിഡ്ഢിത്തം ആരെങ്കിലും കാണിക്കുമോ? മാനദേവൻ തന്നെ ചോദിച്ചു. ശംഭുവിന് തമാശയാണ് തോന്നിയത്. എങ്ങനെ കൊമ്പ് മുറിക്കണമെന്ന് മുറിക്കുന്ന ആളല്ലേ തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് അതിൽ ഇടപെടേണ്ട കാര്യമെന്താണ്? ശംഭുവിൻ്റെ മറുപടി കേട്ട് അവർ പൊട്ടിച്ചിരിച്ചു. ഇതിലെന്താണാവോ വിഡ്ഢിത്തം? എനിക്ക് ഉണങ്ങിയ കൊമ്പുകൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിത് മുറിക്കുന്നു. അത് ശരി തന്നെ, പക്ഷേ ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമോ? മാനദേവന്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരാൾ ചോദിച്ചു. ഇല്ല അല്ലേ, പക്ഷേ ഞാൻ ഇങ്ങനെയാണ്, ശംഭു പറഞ്ഞു. ശരി, നിന്റെ പേരെന്താണ്? മാനദേവൻ ചോദിച്ചു. ശംഭു എന്ന് പറയാൻ ആലോചിച്ച ശംഭു ഒരു നിമിഷം മടിച്ചു. താൻ ഈ ഗ്രാമത്തിലെത്തി കാളീക്ഷേത്രത്തിൽ അഭയം തേടിയതാണ്. തന്നെ പൂജാരി ശിവസോമനും മാലിനിയും ക്ഷേത്രത്തിൽ വന്നു പോകുന്ന പലരും കാളിദാസൻ എന്നാണ് വിളിക്കുന്നത്. താൻ ദേവിയുടെ ദാസനായി സ്വയം സമർപ്പിച്ചതാണ്. അതുകൊണ്ട് പേര് കാളിദാസൻ എന്നു തന്നെയാകട്ടെ. കാളിദാസൻ. പേര് പറഞ്ഞിട്ട് ശംഭു തൻ്റെ ജോലി തുടർന്നു. അവർ പരസ്പരം നോക്കി. ഇവൻ കൊള്ളാം എന്ന ഭാവത്തിൽ തലകുലുക്കി. നീ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരണം, മാനദേവൻ പറഞ്ഞു. എവിടേക്ക്? കൊട്ടാരത്തിലേക്ക്. ശംഭുവിന് ഒരു നിമിഷത്തേക്ക് ആശങ്ക തോന്നി. തന്നെ എന്തിനാണാവോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? കൊട്ടാരവുമായിട്ട് തനിക്ക് ഇതുവരെയും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല. എന്തിനാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത്? മരത്തിൻ്റെ കൊമ്പ് മുറിക്കുന്നത് വലിയ അപരാധമാണോ? ശംഭു ആശങ്കയോട് ചോദിച്ചു. രാജകുമാരിക്ക് നിന്നെ കാണണമെന്ന് ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ എന്തിനാണ് രാജകുമാരി കാണുന്നത്? നിന്നെ കുമാരി വിവാഹം ചെയ്യാൻ പോകുകയാണ്. അതെന്താണ്? ഈ രാജ്യത്തുള്ള മറ്റു പുരുഷന്മാരെല്ലാം തപസ്സിന് പോയോ? കാളിദാസൻ ചോദിച്ചു. അതൊന്നും നീ അറിയേണ്ട. നീ ഞങ്ങളുടെ കൂടെ വരിക. നിനക്കവിടെ ഒരു കുറവും ഉണ്ടാകില്ല. ഇതാ, നിനക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ഇപ്പോഴേ തന്നേക്കാം. കൂട്ടത്തിൽ പ്രധാനി എന്ന് തോന്നിയ ആൾ സ്വർണ്ണ നാണയം നീട്ടി. ശംഭു ആ നാണയത്തിലേക്കും വെച്ചു നീട്ടിയ ആളിൻ്റെ മുഖത്തേക്കും നോക്കി. രാജകൊട്ടാരങ്ങളിൽ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. താനിതാ ആദ്യമായി ഒരു സ്വർണ്ണ നാണയം കാണുകയാണ്. പക്ഷേ ഇവരുടെ കൂടെ പോകാനാവില്ല, അല്ലെങ്കിൽ എല്ലാവരും വേവലാതിപ്പെടും. ശരി, ഞാൻ നാളെ വരാം, ശംഭു പറഞ്ഞു. ഏയ്, അത് പറ്റില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. ഇതാ, ഒരു നാണയം കൂടി നൽകാം. അയാൾ 2 നാണയങ്ങൾ ഒന്നിച്ചു നീട്ടി. മറ്റൊരാൾ ഉറയിലെ വാളിൽ കൈവച്ചിരിക്കുന്നു. വന്നില്ലെങ്കിൽ ഇത് പ്രയോഗിക്കേണ്ടി വരും എന്നാണ് അയാൾ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി കാണുകയായിരുന്നെങ്കിലും അവ ആകർഷകങ്ങളായിരുന്നെങ്കിലും അവയ്ക്കു വേണ്ടി മാത്രം കൊട്ടാരത്തിലേക്ക് പോകുവാൻ കാളിദാസന് തോന്നിയില്ല. സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നേടാനുണ്ടെന്ന് ശംഭുവിന് അഭിപ്രായമുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ആയുധത്തിന് മൂർച്ചയുണ്ട്. അധികാരമുള്ളവരാണ്, അവരോട് മത്സരിച്ച് ജയിക്കാനാവില്ല. ഇവിടെ ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ലക്ഷണം കണ്ടിട്ട് ഗൂഢമായ എന്തോ ഉദ്ദേശമാണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ കൂടെ പോകാം, അവരുടെ ലക്ഷ്യം അറിയുകയും ചെയ്യാം, ശംഭു ചിന്തിച്ചു. ശംഭു കോടാലി മരത്തിൽ തന്നെ കൊത്തിവെച്ച് താഴേക്കിറങ്ങി. അവർ ശംഭുവിനെ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. കൊട്ടാരത്തിലെത്തിയ ശംഭു മറ്റൊരാളായിരുന്നു. രാജകീയ വേഷത്തോടെ തലപ്പാവണിയിച്ച് കാളിദാസനെ അവർ കാശിയിലെ രാജസഭയിലെത്തിച്ചു. തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിക്കാൻ കാളിദാസൻ നിശ്ചയിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണം. രാജനീതിയുടെ അകത്തളങ്ങളിൽ അഹങ്കാരത്തിൻ്റെ കനൽ പൂക്കൾ വിടരുന്നതും തനിക്കിവിടെ കാണാനായേക്കും. സൗഭാഗ്യത്തിൻ്റെ തൊട്ടിലിൽ വളരുന്ന രാജകുമാരി അഹങ്കാരിയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് ജീവിതത്തെ മനസ്സിലാക്കട്ടെ.
അതല്ല, താൻ വെറുതെ ഒരു കാഴ്ചക്കാരൻ്റെ ഭാഗം മാത്രമാണ് അഭിനയിക്കുന്നതെങ്കിലും സാരമില്ല. ഒരു തമാശ കാണാൻ കിട്ടിയ അവസരമാവും. കാളിദാസന്റെ ചിന്തകൾ ഈ വഴിക്കാണ് പോയത്.